ഹായ് ഡിയർ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് 5 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. നമുക്ക് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ബ്രെഡും പാലൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്രെഡും പാലൊക്കെ വീട്ടിലുള്ളവർ പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി ചെയ്തെടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുപോലെ ചെറിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് നമുക്ക് 3 സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാൽപ്പൊടി ഇല്ലാത്തവർക്ക് പാലും വെച്ചിട്ട് ചെയ്തെടുക്കുക. പക്ഷേ പാൽപ്പൊടിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പാൽപ്പൊടി ഒട്ടും കട്ടയില്ലാതെ നമുക്കിതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിനി പാലില്ലെങ്കിൽ വെറും പാൽപ്പൊടി ചുടുവെള്ളം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാലും പാൽപ്പൊടിയും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പാലില്ലെങ്കിൽ പാലിന് പകരം അതുപോലെ പാൽപ്പൊടിക്ക് ചുടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ നമ്മുടെ പാൽപ്പൊടിയൊക്കെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് പാലെടുത്തിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡും പാലും വെച്ചിട്ടാണ് നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ബ്രെഡ് ഇതുപോലെ കട്ടിക്ക് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയിൽ നമുക്ക് ഇതുപോലെ 2 ബ്രെഡ് ഒരുമിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ തീ ഓണാക്കിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാലിൻ്റെ മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നല്ലതുപോലെ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 2 രീതിയിൽ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് രീതിയാണിത്. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ പാലിൻ്റെ മിക്സ് നമുക്ക് ബ്രെഡിൽ നല്ലതുപോലെ ബ്രെഡിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ 1 കപ്പ് പാലെടുത്തുകൊണ്ട് 1/2 കപ്പ് പാൽ ഞാനിപ്പോൾ ഒരു ബ്രെഡിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ 1/2 കപ്പ് പാൽ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്ര പാൽ ഒഴിച്ചാലും നമ്മുടെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ പാൽ കുടിച്ചെടുക്കും. അപ്പോൾ ഇനി ഇതുപോലെ നല്ലതുപോലെ തന്നെ നമുക്കിതിൻ്റെ മുകളിലൂടെ പാൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മൾ ഈ സമയത്താണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുള്ളത്. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ബട്ടറാണ് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് നമുക്കിതുപോലെ സൈഡിലൂടെയും നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലൂടെയും നല്ലതുപോലെ തന്നെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് അടിക്ക് പിടിക്കാതെ നമ്മുടെ ബ്രെഡിലുള്ള പാല് നല്ലതുപോലെ തന്നെ നമ്മുടെ ബ്രെഡിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതുപോലെ നമ്മുടെ ബ്രെഡ് ഇങ്ങനെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ നീക്കി കൊടുക്കുക. നമ്മുടെ ആ ബട്ടർ നമ്മുടെ ബ്രെഡിൻ്റെ അടിയിലേക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് 5-6 മിനിറ്റ് ഒന്നും വെക്കണ്ട, ഒരു 2-3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രെഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാൽ അതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്തതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ ബട്ടർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബട്ടർ കൂടുതൽ വേണ്ടാത്തവർ ആ ബട്ടറുമ്പോൾ തന്നെ ഇതൊന്ന് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനതിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും 2ാമത്തെ മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ബ്രെഡിൻ്റെ മുകളിലൂടെ നമ്മുടെ പാലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് ഇനി സൈഡിലൂടെ മുഴുവനായിട്ട് ഇതുപോലെ നമ്മുടെ പാലിൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ പാല് ആ ബ്രെഡിൽ മൊത്തം അങ്ങോട്ട് വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് ഇതുപോലെ ചെയ്തപ്പോഴാണ് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത്. മറ്റേ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തത് നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലൂടെയും ആ സൈഡിലൂടെയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ബ്രെഡ് ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ അങ്ങനെ നീക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളിതുപോലെ നമ്മുടെ ബ്രെഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ നമ്മുടെ ബ്രെഡ് ഇതുപോലെ അങ്ങനെ ആ പാലിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ പാല് ഫുള്ള് നമ്മുടെ ബ്രെഡിലേക്ക് അങ്ങ് വലിച്ചെടുക്കും. ആ ഫുള്ള് വറ്റിച്ചെടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബട്ടർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തീ സിമ്മിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിക്ക് പിടിച്ച് കയ്പ്പ് രസമൊക്കെ വരും കരിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതുപോലെ തീ സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുവരെ നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ബ്രെഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് നമ്മുടെ ബ്രെഡ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതുപോലെ മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതുപോലെ ബ്രെഡിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും നല്ലതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം. അത്രയും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണത്. കഴിച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ബ്രെഡിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് നമ്മൾ ആ ബ്രെഡിൽ തന്നെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.